ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് വിത്ത് ഫ്രണ്ട്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ക്രാഫ്റ്റ് വിത്ത് ഫ്രണ്ട്സ് വന്നിട്ടുള്ളത് പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വുഡൻ ബെഡ് ലാമ്പാണ്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ വീടുകളിലെ റൂമിൽ ബെഡിനെ തൊട്ടടുത്തായിട്ട് ഒരു ബെഡ്റൂം ഒരു കളർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ചെറിയൊരു ബെഡ് ലാമ്പ് സെറ്റ് ചെയ്യാറുണ്ട്. അതിന്ന് എങ്ങനെ നമുക്ക് മരം കൊണ്ട് നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. മരം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. 3 പീസ് മരം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ബെഡ് ലാമ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ബെൽ ബട്ടൺ കൂടി അമർത്തണം, എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കയറി ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബെഡ് ലാമ്പ് നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ നിർമ്മിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു പീസ് മരം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ പീസ് നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് പോളിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരെ പോളിഷിംഗ് വർക്കിലേക്ക് പോയിട്ട് ബാക്കി വർക്കുകൾ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മരം 4 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ അളവുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പീസ്, ഈ കാണുന്ന 2 പീസ് 40 സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു പീസ് 20 സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്യുക. 2 പീസ് വേണം 20 സെൻറ്റിമീറ്ററിൽ. അങ്ങനെ വെറും ടോട്ടൽ 4 പീസ് മതി. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്ത മരം മുഴുവനും പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ബെഡ് ലാമ്പിൻ്റെ ഒരു ഡിസൈന് സെറ്റ് ചെയ്യണം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ 40 സെൻറ്റിമീറ്ററിൻ്റെ 2 മരം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് 20 സെൻറ്റിമീറ്റർ എടുത്ത ഒരു മരം ഇതിന് ഏറ്റവും ടോപ്പിൽ വെക്കുക. മറ്റേ 20 സെൻറ്റിമീറ്ററിൻ്റെ മരം ഏകദേശം ആ 40ൻ്റെ ഒരു ഏകദേശം സെൻട്രലായിട്ട് വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു മരത്തുമ്മലാണ് ഈ ഒരു കാണുന്ന മരത്തുമ്മലാണ് നമ്മൾ ബൾബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മരത്തിൽ നമുക്ക് ബൾബ് ഹോൾഡറിൻ്റെ ഒരു ഹോൾസ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് ഒരു ഹോൾസ് ഇടാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഹോൾസ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഹോൾസ് ഇട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ ഈ പീസിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് റൗണ്ടാക്കിയൊരു ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏകദേശം ഈ ഒരു പൊസിഷനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ കാണുന്ന ഭാഗങ്ങളും ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണി അടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് ആണി അടിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ആണി അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബെഡ് ലാമ്പിൻ്റെ ഏകദേശം ഒരു ബേസ് സ്റ്റേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ഒരു ബെഡ് ലാമ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഞാൻ താഴത്ത് ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ആണി 4 ഭാഗത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഏകദേശം ഇവിടെ ആയിട്ടേക്കാണ് നമ്മൾ ബൾബ് വരിക. ബൾബ് വരുമ്പോൾ ആ ബൾബ് ഫുള്ളായിട്ട് കാണാത്ത രീതിയിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ ഈ വീട്ടിൽ കാണുന്ന പോലെ ഇത്ര വലിപ്പമുള്ള മരത്തിൻ്റെ പീസുകൾ എടുത്തിട്ട് ഇതുപോലെ വീട്ടിൽ കാണുന്ന പോലെ ഇതുപോലെ വെച്ചിക്കണം. ഇതുപോലെ ഇടവിട്ട് 5 വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 പീസ് നമ്മൾ എടുക്കണം. ഇപ്പുറത്തും അപ്പുറത്തും വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു 10 പീസ് എടുത്തിട്ട് നമുക്കിത് ഇവിടെ വെച്ചിട്ട് ആണി അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ആണി അടിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പീസുകൾ 5 ഞാൻ ഏകദേശം ഈ ഒരു ചെറിയൊരു ഇടവിൽ ഇട്ട് ഈ സൈഡും അതേപോലെ ഈ സൈഡും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിലൂടെ ബൾബ് വെക്കാനുള്ളത്. അപ്പോൾ ബൾബിൻ്റെ ആ വയറ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയൊരു തുള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു വയറ് പോകുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൈഡ് ഒന്നായിട്ട് ഒന്ന് വാർണിഷ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി ഞാനിത് വാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ വാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബ്രഷല്ല, ബ്രഷിന് പകരം ക്ലോത്താണ്. അതായത് മരത്തുമ്മൽ
മരത്തിൻ്റെ മുകളിൽ വാർണിഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ലത് ക്ലോത്ത് ആവും, അതാണ് ഒന്നുകൂടി സ്മൂത്ത് ആവും. അപ്പോൾ ഞാനിത് എടുത്തിട്ട് നന്നായിട്ട് വാർണിഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വുഡൻ ബെഡ് ലാമ്പിൻ്റെ വർക്ക് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വുഡൻ ബെഡ് ലാമ്പ്. ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി വാർണിഷും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടി. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ട് അതിൽ ബൾബ് വെച്ച് കഴിഞ്ഞ് രാത്രിയൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഞങ്ങളിവിടെ മരത്തിന് പകരം ഇനിയിപ്പോൾ ഞങ്ങളിവിടെ മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മരത്തിന് പകരം നമുക്കിവിടെ ചാക്കിൻ്റെ നൂല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ വേറൊരു ഭംഗിയായിരിക്കും അത് കാണാൻ. അപ്പോൾ നമ്മളിവിടെ മരമാണ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെരി സിമ്പിളായിട്ട് വെറും 4 പീസ് മരം കൊണ്ട് നമുക്ക് ഇതെന്താ ചെയ്യുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. വളരെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമൊക്കെ ഒന്ന് ഭംഗിയാക്കാനും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഞാനിതൊന്ന് പ്രകാശിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ബെൽ ബട്ടൺ കൂടി അമർത്തുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കയറി ഫോളോ ചെയ്യുക. നമ്മുടെ അതിലെ പോസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.